കർണാടകയിലാകെ 28 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 20 സീറ്റുകളിലെങ്കിലും ജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. സംസ്ഥാന ഭരണത്തിൽ നിന്ന് BJPയെ വലിച്ച് താഴെയിട്ട കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. 2019 നേടിയ പോലെ വലിയ വിജയം ഇക്കുറി കർണാടകയിൽ BJP പോലും പ്രതീക്ഷിക്കുന്നില്ല. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണ നൈപുണ്യം ഇക്കുറി വലിയ വിജയം പാർട്ടിക്ക് സമ്മാനിക്കുമെന്ന് BJP ക്യാമ്പുകൾ തന്നെ അടക്കം പറയുന്നുണ്ട്. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളിൽ ഇപ്പോൾ നിറയെ വനിതാ യാത്രക്കാരാണ്. മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി അവർ വീടുകളിൽ നിന്ന് ജോലിസ്ഥലത്തേക്കും ക്ഷേത്രങ്ങളിലേക്കും മാർക്കറ്റുകളിലേക്കുമൊക്കെ നിരന്തരം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നു. വിനോദയാത്രകൾക്ക് സർക്കാർ ബസ്സിൽ കയറിപ്പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകളുടെ ഈ ബസ് യാത്ര കർണാടകയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സ്ത്രീകളുടെ ബസ് യാത്രയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ JDS നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ HD കുമാരസ്വാമിക്ക് ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്ന ഒരു സാഹചര്യം വരെ കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിനോട് പെട്ടെന്ന് ഇത്രമേൽ പ്രിയം തോന്നാൻ കാരണം സിദ്ധാരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കിയ ശക്തി സ്കീമിൻ്റെ പ്രതിഫലനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നത്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 5000 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. സംസ്ഥാനത്തെ 20,000-ഓളം വരുന്ന നോൺ പ്രീമിയം സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എത്ര ദൂരം വേണമെങ്കിലും സൗജന്യമായി യാത്ര ചെയ്യാമെന്നതാണ് പദ്ധതി. ഇതിനുവേണ്ടി ശക്തി ടിക്കറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾ അത്രമേൽ സ്വാഭാവിക കാഴ്ചയായി മാറിയ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ സംവിധാനങ്ങൾ. പ്രത്യേകിച്ച് ഗ്രാമാന്തരങ്ങളിലെ സ്ത്രീകൾ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത് വളരെ വിരളമാണ്. എന്തായാലും പദ്ധതിക്ക് വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 4 ബസ് കോർപ്പറേഷനുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 30% വർധനവുണ്ടായിട്ടുണ്ട്. പ്രതിദിനം 1,10,00,000 യാത്രക്കാർ സർക്കാർ ബസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ 61 ലക്ഷം പേരും വനിതകളാണ്. സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രചരണം നടത്തിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ശക്തി പദ്ധതിക്ക് പുറമെ BPL, APL, അന്ത്യോദയ കാർഡുകൾക്ക് കീഴിൽ വരുന്ന കുടുംബങ്ങളിലെ ഗൃഹനാഥമാർക്ക് ഗൃഹലക്ഷ്മി പദ്ധതിയിലൂടെ പ്രതിമാസം 2000 രൂപ നൽകുമെന്നതും കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു. അതും നടപ്പിലാക്കി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ഈ നീക്കങ്ങൾ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ BJPയും JDSും സൗജന്യങ്ങൾ നൽകുന്നതിനെതിരെ രംഗത്ത് വന്നു. സ്ത്രീകളെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന HD കുമാരസ്വാമിയുടെ പ്രസ്താവന വലിയ വിമർശനങ്ങൾ വഴിതെളി. പിന്നീട് മാപ്പ് പറഞ്ഞാണ് കുമാരസ്വാമി ഒടുവിൽ ഈ വിവാദത്തിൽ നിന്ന് തന്നെ തലയൂരിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടമായാണ് കർണാടകയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 26-ാം തീയതി നടന്ന 1ാം ഘട്ടത്തിൽ ബംഗളൂരു അടക്കം ദക്ഷിണ കർണാടകയിലെ 14 സീറ്റിൽ ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. വടക്കൻ കർണാടകയിലെ 14 സീറ്റുകളിൽ ഈ വരുന്ന മെയ് 7-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2019-ൽ 28-ൽ 25 സീറ്റ് നേടിയ BJPക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് ജനങ്ങൾ നൽകിയത്. അതിനിടയിലാണ് കഴിഞ്ഞ വർഷം കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയത്. എന്തായാലും ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന 60% യാത്രക്കാരും വനിതകളാണ്. ശക്തി പദ്ധതിയുടെ ഗുണമനുഭവിക്കുന്ന 87% വനിതകളും തങ്ങൾക്കനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. 3 കോടി വനിതാ വോട്ടർമാർ തങ്ങളെ കൈവിടില്ലെന്ന വിശ്വാസമാണ് കോൺഗ്രസിനെ കർണാടകയിൽ നയിക്കുന്നത്. അതേസമയം തന്നെ തിരിച്ചടി ഭയന്നു തുടങ്ങിയ BJP സർക്കാർ ക്ഷേമ പദ്ധതികളെ കുറ്റം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സമയം മാറ്റിവെച്ചിരിക്കുന്നത്.